ഇടുക്കിയിൽ നിന്ന് തന്നെയുള്ള റിപ്പോർട്ടിലേക്കാണ്. ഇടുക്കി നെടുങ്കണ്ടം പാമ്പാടും പാറയിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന വളം നിർമ്മാണ കേന്ദ്രം കൃഷിവകുപ്പ് അടച്ചുപൂട്ടി. HSPM എന്ന സ്ഥാപനമാണ് പൂട്ടിയത്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന വളങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താതെയാണ് കർഷകരിലേക്ക് എത്തിച്ചിരുന്നത്. ഇതേ തുടർന്നാണ് കൃഷിവകുപ്പിന്റെ നടപടി. ഇടുക്കി പാമ്പാടുംപാറ സ്വദേശി സുരേഷ് കുമാറിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്ഥാപനമാണ് അടച്ചുപൂട്ടിയത്. HSPM എന്ന വളം നിർമ്മാണ യൂണിറ്റിൽ നിന്നും വിതരണം ചെയ്യുന്ന വളത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ച കർഷകർ കൃഷിവകുപ്പിന് പരാതി നൽകിയതിനെ തുടർന്ന് കൃഷിവകുപ്പ് എൻഫോഴ്സ്മെന്റ് പരിശോധന നടത്തി സ്റ്റോപ്പ് മെമ്മോ നൽകി. ഇത് അവഗണിച്ച പ്രവർത്തനം തുടർന്നതോടെയാണ് കൃഷിവകുപ്പും പഞ്ചായത്തും സംയുക്തമായി പരിശോധന നടത്തി നടപടി സ്വീകരിച്ചത്. ഇത് നിർത്തണം, ഇനി തുടരുതെന്ന് പറഞ്ഞ് 4-ാം തീയതിയാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സഹിതം ഇവിടെ വന്ന് ഇവരെ ഇത് ബോധിപ്പിച്ചിട്ടുള്ളത്. ഇതിലെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ലൈസൻസും ഈ സ്ഥാപനം എടുത്തിട്ടില്ലെന്നുള്ളതും ലൈസൻസ് എടുക്കേണ്ട പ്രൊസീജിയേഴ്സും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. 7 തരം വളങ്ങളാണ് ഇവർ വിപണിയിൽ എത്തിച്ചിരുന്നത്. ഇവയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന വിദഗ്ധ പരിശോധനകൾ നടത്തുകയോ അംഗീകാരം നേടുകയോ ചെയ്തിരുന്നില്ല. ഓരോ വളത്തിലും അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെ സംബന്ധിച്ച വ്യക്തത വരുത്തുകയോ ഇത് കൃഷിയെ എങ്ങനെ ബാധിക്കുമെന്ന് വിശദമാക്കുകയോ ചെയ്തിരുന്നില്ല. പല പരാതികളും ഫോൺ മുഖേനയും രേഖാമൂലവും പഞ്ചായത്തിന് വളരെയധികം പരാതികൾ ലഭിച്ചു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങൾ ഇവിടെ പരിശോധിച്ചത്. പരിശോധിച്ചപ്പം ഒരു 4-5 ഐറ്റം മരുന്നുകളോ അതിൻ്റെ പൊടികളോ ഒക്കെ എടുക്കാൻ വേണ്ടി സാമ്പിൾ എന്നുള്ള നിലയിൽ കൃഷി ഓഫീസർ ഇത്തരം സാധനങ്ങൾ ബന്ധവസരം എടുത്തിട്ടുണ്ട്. സ്ഥാപനത്തിൽ നിന്ന് വിപണിയിൽ എത്തിച്ചിരുന്ന വിവിധ വളങ്ങളുടെ സാമ്പിൾ കൃഷിവകുപ്പ് ശേഖരിച്ചു. ഇത് വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കും. ഫലം വന്നതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. റിപ്പോർട്ടർ, ഇടുക്കി.